നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യവും ഛായയും എന്താണെന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അത് ത്രിത്വൈക ദൈവത്തിൻ്റെ തന്നെ ഒരു വ്യക്തിത്വത്തിലാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആ വ്യക്തിത്വം ദൈവത്തോട് കൂടെ തന്നെയുള്ള ദൈവത്തെ പോലെയുള്ള ഒരു വ്യക്തിത്വമാണെന്നും അതുപോലെ മനുഷ്യൻ ഒരിക്കലും മരിക്കുന്നില്ല. ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള ആത്മാവ് ദൈവത്തെ തേടി സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ ശരീരം അവിടെ ജീർണിക്കുകയും വീണ്ടും ആ മനുഷ്യ ശരീരം കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ലഭിച്ചതുപോലുള്ളൊരു ശരീരമായി രൂപാന്തരം പ്രാപിച്ച് കർത്താവിൻ്റെ ആത്മാവ് ആ ശരീരത്തിൽ എങ്ങനെ പ്രവേശിച്ചോ അതുപോലെ മനുഷ്യന്റെ ആത്മാവും ആ ശരീരത്തിൽ പ്രവേശിച്ച് ദൈവത്തോടുകൂടി ആയിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവരാജ്യം എന്നുള്ള ബോധ്യം പൂർണ്ണമായി ലഭിച്ചു. മറ്റൊന്നുള്ളത് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ആ പ്രാർത്ഥനയ്ക്ക് നമ്മളെല്ലാവരും സാധാരണഗതിയിൽ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന എന്നും ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് വിവിധ തലങ്ങളിലുള്ള ചെറിയ തലങ്ങളുണ്ട്, 6-7 തലങ്ങളുണ്ടെന്ന് ബ്രദറോട് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ ആ 6-7 തലങ്ങൾ നമ്മളെ പഠിപ്പിച്ചുള്ള 7 തലങ്ങൾ സത്യത്തിൽ നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവിധ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. കർത്താവായ യേശു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ തിന്മയായിട്ടുണ്ടെന്നുള്ളതും ആ തിന്മയ്ക്കെതിരായിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധ്യവും എനിക്ക് അതിലൂടെ ഉരുത്തിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായി. അതാണ് എനിക്ക് പ്രധാനമായും കിട്ടിയിട്ടുള്ളത്.